ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള സമയം നമ്മൾ അപ്പൊ തരാം. ബിനോയ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ബിനോയ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അന്നേരം ഞാൻ സമയം തരാം നിങ്ങൾക്ക്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തതാണ്. നമ്മളെ ക്ലാസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതായത് ബാക്കി കാര്യങ്ങളൊന്നുമല്ല. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താന്നൊക്കെ ഇനി പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ സ്റ്റാർട്ട് അല്ലെ, പുതിയൊരു തുടക്കത്തിലേക്കാണ് നമ്മൾ ഇനി. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി ആ കോഴ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്നും ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇനി ടോപ്പിക്സിലേക്കാണ് കടക്കുന്നത്. ബിഫോർ ദാറ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞേക്കട്ടെ. നമ്മൾ പറഞ്ഞിരുന്നു ഈ നിങ്ങൾക്കുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്ക് 4 മൊഡ്യൂൾസ് അടങ്ങിയതാണ്. ആ മോഡ്യൂൾസ് എല്ലാം തന്നെ ടീച്ചേഴ്സിന് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് എടുക്കുക. സോ യു ഹാവ് ടു കീപ് നോട്ട് ബുക്സ് ഫോർ ഈച്ച് ടീച്ചേഴ്സ്. ഓരോ ടീച്ചേഴ്സിന്റെ പേരിൽ തന്നെ നിങ്ങളൊരു നോട്ട് ബുക്കുകൾ കീപ്പ് ചെയ്യുക. പേരുകളൊക്കെ പറഞ്ഞത് എന്റെ പേര് എന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നിഷ. അപ്പൊ ആ ഒരു പേരിൽ നിങ്ങളൊരു നോട്ട്ബുക്ക്, അങ്ങനെ വരുന്ന ടീച്ചേഴ്സ് അവരവരുടെ ടോപ്പിക്സ് എടുക്കുമ്പോൾ ആ ടോപ്പിക്സ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്സ് നിങ്ങൾക്ക് അവിടെ PDF ആയിട്ട് ഐ തിങ്ക് ഇപ്പൊ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് കുറച്ച് മുമ്പ്. അപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടാകുമായിരിക്കും. അപ്പൊ നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഏതാണോ അതിന്റെ എങ്കിലും 1 by 1 ആയിട്ട് ഓരോ ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ടുകൾ എടുത്തിട്ട് ക്ലാസ്സിലേക്ക് കയറാനായിട്ട് നോക്കുക. ഇന്നിപ്പോ നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ഔട്ട്സ് ഉണ്ടാവില്ല എനിക്കറിയാം, ബിക്കോസ് ഇത്തിരി മുമ്പാണ്, ഒരു 10 minutes ബിഫോർ ആണ് നിങ്ങൾക്ക് ആ PDF സെൻഡ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസിൽ വന്നിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിന്റെയും PDF നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഉണ്ടായിരിക്കും. ഇറ്റ് ക്യാൻ സെർച്ച് ഇറ്റ് ആൻഡ് ടേക്ക് ദ പ്രിന്റ് ഔട്ട്സ് എടുത്ത് നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറാനായിട്ട് നോക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയാ, ഈ ഓരോ ക്ലാസ്സിന്റെയും അവസാനം നമ്മൾക്ക് ഒരു 5 questions നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു മോക്ക് ടെസ്റ്റ് പോലെ. ആ ക്ലാസ്സിൽ ഇന്നത്തെ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്താണ് പഠിച്ചത് അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ അതൊരു പ്രാക്ടീസും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാം എന്നുള്ളത്. ആൻഡ് വൈൽ ടേക്കിംഗ് ദ ക്ലാസ് യു ആർ നോട്ട് അലൗഡ് ടു ടേൺ ഓൺ യുവർ സൗണ്ട്. അതായത് സൗണ്ട് ഓൺ ആക്കരുത്, ബിക്കോസ് അതെല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി കുറച്ച് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ, ഒരു ഇത്ര മിനിറ്റ്സ് എന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങളോട് ആ ടോപ്പിക് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ പറയും. നിങ്ങളുടെ സ്ക്രീനിൽ ആ നോട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അന്നേരം ക്ലിയർ ചെയ്യാം. പിന്നെ ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്ത് ദ സെയിം ഡൗട്ട്സ് ഹാസ് നോട്ട് ടു ബി റിപ്പീറ്റഡ്. ഒരു ആളൊരു ഡൗട്ട് ചോദിച്ചു, അപ്പൊ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്ത് വീണ്ടും അത് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന ആള് ചോദിച്ചു തന്നെയാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, എന്റെ ഡൗട്ടും അത് തന്നെയായിരുന്നോ എന്ന് ഒന്ന് നോക്കുക. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് ആ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ. വിതിൻ ദ ടൈം നമുക്കറിയാം 1:30ക്കാണ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3:30 വരെ, ദാറ്റ് മീൻസ് 2 ഷെഡ്യൂൾസ് ആയിട്ടാണ് നിങ്ങൾക്ക് ആ ക്ലാസ് വരാം. 1 hour ഈച്ച്. അപ്പൊ എന്റെ 1 hour കഴിയുമ്പോൾ അടുത്ത ടീച്ചർ കയറും. അപ്പൊ ആ ക്ലാസ്സുകൾ അങ്ങനെയായിരിക്കും പോകുക. 1:30 ക്ലാസ്സിന് നമ്മൾ 1:45 2 മണിക്കോ ഒക്കെ കയറാനായിട്ടും ചിലരുണ്ടാകുമായിരിക്കും. അപ്പൊ ആ ക്ലാസ്സിന്റെ തുടക്കമൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ യു ഹാവ് ടു സീ ദ റെക്കോർഡ് ക്ലാസ്. അപ്പൊ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ഇനി എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കുക. അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ പകുതി തൊട്ടേ നമ്മൾ ക്ലാസ്സിൽ കയറിയുള്ളൂ, അപ്പൊ നമുക്ക് അതെന്താന്ന് മനസ്സിലായില്ല, അവിടെ നമുക്ക് അങ്ങനെ ക്ലിയർ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. സോ ബിക്കോസ് വി ഹാവ് ടു കവർ എ ലോട്ട് ഓഫ് പോർഷൻസ്. നമ്മളുടെ പോർഷൻസ് നമുക്ക് തരുന്നിരിക്കുന്നത് കവർ ചെയ്ത് തീർക്കാനുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്താ പറയാ, നമ്മൾ ഒരുമിച്ച് നമ്മൾ യു ആൻഡ് വി അല്ലെ, ഞങ്ങളും നിങ്ങളും ഒക്കെ കൂടി ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്താണ് ഈ ഒരു എന്താ പറയാ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇംപ്രഷൻ പോലെ തന്നെയായിരിക്കണം അപ് ടു ദ എൻഡ്. അവസാനം വരെയുള്ള നിങ്ങളുടെ ഇംപ്രഷൻസും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ ലൈവ് ക്ലാസ്, യു ആർ സപ്പോസ്ഡ് ടു സീ ദ റെക്കോർഡഡ് ക്ലാസ് ബിഫോർ അറ്റൻഡിങ് ദ നെക്സ്റ്റ് ക്ലാസ്. അത് ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ്, ഇന്ന് ലൈവ് ക്ലാസ് മിസ് ചെയ്തു, കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്തൊക്കെ പോയി, സോ അത് കാണാൻ പറ്റിയില്ലെങ്കിൽ നാളെ ആ ടോപ്പിക് ഉണ്ടോ അല്ലെങ്കിൽ നാളത്തെ ക്ലാസ് ഉണ്ടോ, ആ ഒരു ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ആ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് കയറാം. കാരണം പ്രീവിയസ് ക്ലാസ്സിന്റെ ചിലപ്പോൾ കണ്ടിന്യൂഷൻസ് ആയിരിക്കാം അടുത്ത ക്ലാസ്സുകളിലേക്ക് വരാം. സോ അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും മുന്നത്തെ ക്ലാസ് കിട്ടിയില്ലെങ്കിൽ പിന്നത്തെ ക്ലാസ്സിലേക്ക് കയറിയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ,
ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇവിടെ ആരാണ് പ്രസന്റ് ചെയ്യുന്നത്? ആൻഡ് യു ആർ നോട്ട് അലൗഡ് ടു പ്രസന്റ് എനിത്തിങ് എൽസ് വൈൽ ദ ക്ലാസ്സസ് ആർ ഗോയിങ് ഓൺ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആരും അവിടെ പ്രസന്റേഷൻ നടത്തേണ്ട കാര്യമില്ല. ഇവിടെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രസന്റേഷൻ അവിടെ ആവശ്യമില്ല. ഹു ഈസ് ദാറ്റ്? അക്സ സാം, വിൽ യു പ്ലീസ് റിമൂവ് യുവർ പ്രസന്റേഷൻ? അക്സ, അല്ലെങ്കിൽ വി ഹാവ് ടു റിമൂവ് യുവർ സെൽഫ് ഫ്രം ദ ക്ലാസ്. നമ്മൾ തന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യേണ്ടി വരും ക്ലാസ്സിൽ നിന്ന് ആളെ. പ്രസന്റേഷൻ വെച്ചിട്ട് എവിടെയാ പോയത്? So Aksa will be removed from the class. Okay. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാം. നിങ്ങൾ പ്രസന്റ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് അറിയോ? നമ്മളുടെ പ്രസന്റേഷൻ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് തുടങ്ങി റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വരും. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ആരും തന്നെ ഇവിടെ പ്രസന്റ് ചെയ്യണ്ട. നമ്മൾ ഇവിടെ പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ അതാത് ക്ലാസിന്റെ സമയത്ത് ടീച്ചേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രസന്റേഷന്റെ ആവശ്യമുണ്ടെങ്കിൽ, എക്സ്ട്രാ എന്തെങ്കിലും പ്രസന്റേഷനും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നെസസറി ആണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക്സ് വൈസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതുള്ളൂ. ഇനി എന്തെങ്കിലും ചില കണക്ട് ചെയ്ത് നമുക്ക് പുറത്തുനിന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് പറയുന്നുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വീണ്ടും അവിടെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. മ്യൂട്ട് ചെയ്യാം. എന്റെ സൗണ്ട് തന്നെ എക്കോ പോലെ നിങ്ങളുടെ പലരിലേക്കും വരും. സോ അത് മറ്റുള്ളവർക്കെല്ലാം ഡിസ്റ്റർബ്ഡ് ആകും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഓക്കെ, സോ നൗ ലെറ്റ് സ്റ്റാർട്ട്. തുടങ്ങാം നമുക്ക്. അപ്പൊ എല്ലാവരും തന്നെ നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ നമുക്കൊരു പുതിയ ഒരു കോഴ്സാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. എല്ലാം ശുഭമായി അവസാനിക്കണം എന്നൊക്കെയുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ, അല്ലെ, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ക്ലാസ്. ഇന്ന് ഈ സമയം മുതൽ നമ്മൾ ആ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ, ദാറ്റ് മീൻസ് ഞാൻ എടുക്കുന്ന ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ക്യാൻ യു സീ ദ സ്ക്രീൻ? No, madam. No, madam. എല്ലാവർക്കും ഇല്ലാന്നാണോ? ഇല്ല, എല്ലാവർക്കും ഉണ്ട്. ചിലർക്ക് കാണാൻ പറ്റാത്ത ആളുകൾ ശ്രദ്ധിക്കുക. ഹലോ, പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യാം. അത് നമ്മളുടെ നെറ്റിന്റെ പ്രശ്നമാണ്. ആർക്കെങ്കിലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് വിസിബിൾ ആകണം. അല്ലെങ്കിൽ പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ നെറ്റിന്റെ കംപ്ലൈന്റ് കൊണ്ടായിരിക്കാം. സ്ക്രീനിൽ നമ്മളിവിടെ ചാപ്റ്റർ 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കുക. കാണാൻ പറ്റാത്തവര് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്ത് പെട്ടെന്ന് പോയിട്ട് വരിക, റിജോയിൻ ചെയ്യുക. നിങ്ങളോട് ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ 1, 2, 3 ആളുകളല്ല ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അറൌണ്ട് 200 ആളുകൾ ജോയിൻ ചെയ്യുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മ്യൂട്ട് ആക്കി തന്നെ ചെയ്യാം. മാം ജോയിൻ ചെയ്തപ്പോൾ കാണില്ല. കുറെ പേര് റീജോയിൻ ചെയ്തിട്ടും കാണുന്നില്ല മാം. ഇല്ല, റീജോയിൻ ചെയ്തിട്ട് കാണില്ല മാഡം. ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. നേരത്തെ കണ്ടോണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. കാണുന്നുണ്ട് മാം. അപ്പൊ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവിടുത്തെ പ്രശ്നമല്ല, നമ്മളുടെ പ്രശ്നമാണ്. ഓക്കെ, ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യാതെ. കാരണം കുറെ പേർക്കൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ചിലർക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം അവരൊന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്ക്. 1 or 2 times, 2 പ്രാവശ്യമൊക്കെ ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാം. എന്നാവട്ടെ. കാണുന്നില്ല മിസ്. മാം എന്നിട്ടും കാണുന്നില്ല. ഫസ്റ്റ് ടൈം കണ്ടിരുന്നു, ഏറ്റവും ആദ്യം കണ്ടു, പിന്നെ കാണില്ല. ഇല്ല
മാം നേരത്തെ ഇൻട്രൊഡക്ഷൻ പറയുന്ന ടൈമിൽ കണ്ടിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ആണോ? കാണുന്നില്ല മാം. ഇല്ല മാഡം, കാണില്ല. കാണാൻ പറ്റുന്നില്ല മാഡം. കാണാൻ പറ്റുന്നില്ല മാഡം. കാണാൻ പറ്റുന്നില്ല മാം. ഇപ്പൊ കാണുന്നുണ്ട്, മാഡം. കാണുന്നുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് മാഡം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് മാഡം. ചാപ്റ്റർ 5 അല്ലേ? അത് ഓരോരോ ടീച്ചേഴ്സിന് ഓരോരോ. ഓക്കെ ആയോ? Yes, ma'am. Yes, Yes, ma'am. ma'am. കാണാൻ പറ്റുന്നുണ്ട് Yes, മാഡം. ma'am. കാണാൻ പറ്റുന്നുണ്ട് മാഡം. കാണാൻ പറ്റുന്നുണ്ട് മാഡം. ഓക്കെ. ഇപ്പൊ ആരും ഇടയ്ക്ക് വെച്ച് പ്രസന്റ് ചെയ്യരുത്. പ്രസന്റേഷൻ വന്നതുകൊണ്ടാണ്, ഇടയ്ക്ക് ഒരാൾ പ്രസന്റ് ചെയ്തത് കൊണ്ടാണ് ഇത് ഇവിടെ നിന്ന് പോയത് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ now we are going to start the class. അപ്പൊ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. You know that there are different departments in a hospital. അല്ലെ, നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകാറുള്ളവരാണ്. സ്വാഭാവികമായിട്ടും we know that there are different departments employed in a hospital. കാർഡിയോളജി ഉണ്ടാകും, എന്താ പറയാ, ഓർത്തോ വിഭാഗമുണ്ട്, ഓർത്തോപേഡിക്സ് ഉണ്ട്, പിന്നെ എന്താ പറയാ, ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ എടുത്തിട്ട് പറയാം. ENT ഉണ്ടാകും, ഗൈനക്കോളജി, ഓങ്കോളജി എന്നൊക്കെ പറയുന്ന ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. നമുക്കറിയാലോ, ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ദേ ആർ എംപ്ലോയിഡ് ഇൻ എ ഹോസ്പിറ്റൽ അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ടെക്നോളജി. അതായത് ഓരോ ഹോസ്പിറ്റൽസും അതിന്റെ സൈസ്, വലിപ്പം, അത് ഉപയോഗിക്കുന്ന ടെക്നോളജീസ്, അതിന്റെയൊക്കെ അടിസ്ഥാനത്തില് ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സുകളായിട്ടാണ് ഹോസ്പിറ്റലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ദാറ്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒത്തിരി പ്രാവശ്യമൊക്കെ നമ്മൾ പോയിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ എന്താ പറയാ, നമ്മളെ കാര്യം, നമ്മൾ ഹോസ്പിറ്റലിൽ അധികം നേരം സ്റ്റേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ പോകുക. പെട്ടെന്ന് പോവുക, കാര്യം കഴിഞ്ഞ് പോരുക. ഒത്തിരി നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ എന്നുകൂടി പ്രാർത്ഥിച്ചിട്ടായിരിക്കും നമ്മളൊരു ഹോസ്പിറ്റൽസിലേക്കൊക്കെ പോകുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വേഗം ചെന്നിട്ട് നമ്മളുടെ കാര്യങ്ങൾ ചെയ്തത്. അപ്പോ പെട്ടെന്ന് ചിലപ്പോൾ പോരാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സുഖങ്ങളായിരിക്കാം. ഓക്കെ, ഏത് രീതിയിലായാലും നമ്മൾ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ ഒരിക്കലും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വിൽ ഗോ ഫോർ അവർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ. അതിനുവേണ്ടി നമ്മൾ പോകുന്നു. വി ആർ ഗോയിങ് ടു ഗെറ്റ് ബാക്ക്. അത് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനും ആഗ്രഹിക്കുന്നവരാണ്. സോ അവിടെ നമ്മൾ പോകുന്നു, കൺസൾട്ട് ചെയ്ത് പോരുന്നു. ബട്ട് നമുക്ക് അറിയില്ല അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അവിടെ ഉള്ളത് എന്ന്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 3. ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ടും ബ്രോഡായിട്ട്, വിശാലമായിട്ട് 3 ഹെഡ്സിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 3 ക്ലാസിഫിക്കേഷൻസ് ആണ്, ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ആണ് 3 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സെക്കൻഡ് വൺ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ തേർഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 3 ആയിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ 3 ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിന്. നമ്മളിങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻസ് ഒന്നും നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് അറിയണമെന്നില്ല. സോ ഫോർ അവർ ലേണിംഗ് പർപ്പസ്, നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, പഠിച്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇത്തരം ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ടും വലിയ ഒരു രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മെഡിക്കൽ, സപ്പോർട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ് എന്നിങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. അഗെയിൻ ദീസ്
three departments are also subdivided or subclassified into various topics. ഇനി ഇതിനെ ഈ പറയുന്ന 3 ബ്രോഡ് ക്ലാസിഫിക്കേഷൻസിനെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ചെറിയ യൂണിറ്റുകൾ, ഡിപ്പാർട്ട്മെന്റുകളായിട്ട് സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദേ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് again divided into two, which is known as OPD and IPD. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. That is OPD and IPD. Then what is OPD? Then what is IPD? അത് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ നമുക്ക് എന്തറിയാം, OPD എന്താന്ന് നോക്കാം. ഇറ്റ്സ് എക്സ്പാൻഡഡ് ഫോം ഈസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതാണ് അല്ലെ. OPD എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ബൈ നെയിം അതെന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ബിക്കോസ് ഇവിടെ നമ്മൾ ഒത്തിരി വലിച്ചൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് എന്നറിയാമോ, ഇതിന് ഓരോന്നിനും ഓരോ ചാപ്റ്റർ വൈസ് എക്സ്പ്ലനേഷൻ തന്നെ ഉണ്ട്. ഇതൊക്കെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതിനെ കുറിച്ച് ഒത്തിരി ഒരു ചാപ്റ്റർ തന്നെ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട്. ഇൻപേഷ്യന്റിനെയും അതേപോലെ തന്നെ ഒരു ചാപ്റ്റർ തന്നെ ഫുള്ള് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട്. പിന്നെ ചെറിയ ടോപ്പിക്സ് ആയിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേരുകൾ അറിഞ്ഞിരിക്കാം. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2. രണ്ടായിട്ടാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. OPD ആൻഡ് IPD. OPD മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അറിയില്ലാത്തവര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് നോട്ടുമായിട്ട് കയറിയിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോട്ടില് നമ്മളുടെ ടോപ്പിക്കിന്റെ പേര്, അതായത് നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര്, ചാപ്റ്ററിന്റെ നമ്പറിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ചാപ്റ്റർ ഹെഡിങ് ഇസ് ഇമ്പോർട്ടൻസ്. ഹെഡിങ് എന്തായാലും എഴുതി വെക്കുക. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ ആൻഡ് hospital departments are broadly classified into 3, which is medical department, then supportive department and administrative department. Medical department includes OPD and IPD. OPD means outpatient department and IPD means inpatient departments. ഇത്രയാണ് ഇപ്പൊ പറയുന്നത്. ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻ ഒരു ഹൈഫൻ ഇടണം, പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് കിടന്ന് ചികിത്സിക്കാൻ വരുന്നവര്. ഔട്ട് പേഷ്യന്റ് മീൻസ് ഡെയിലി അവരുടെ കാര്യങ്ങൾക്കും കൺസൾട്ടേഷനും വേണ്ടി വന്ന് പോകുന്നവര്. ഡെയിലി വരാല്ല, എല്ലാ ദിവസവും വരണമെന്നില്ല. ഞാൻ പറഞ്ഞു നമ്മള് ഹോസ്പിറ്റലിൽ പോകണം എന്ന് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ്. നമുക്ക് അസുഖങ്ങൾ വരുമ്പോ പേടിയാണ് അല്ലെ. ചില അസുഖങ്ങൾ ചിലപ്പോ ഭയങ്കര സീരിയസ് ആകാം. ചെറുതാണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ചിലപ്പോ ഭയങ്കര സീരിയസ് ആകാം. സോ വി ആർ നോട്ട്, നമുക്ക് ഒത്തിരി തന്നെ നമ്മൾ വിഷ് ചെയ്യുന്ന ഒരു കാര്യമല്ല. മാഡം നമ്മള് ഹെഡിങ് വെക്കേണ്ടത് എന്താണ് മാഡം? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. കാണുന്നില്ലേ സ്ക്രീനില്? Yes, ma'am. കാണുന്നുണ്ട് മാഡം. സ്ക്രീനില് കാണും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നമ്മൾ പറഞ്ഞു പോകുന്ന അനുസരിച്ച് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോകുക. അപ്പൊ നിങ്ങൾക്ക് കാണാം താഴെ. നെക്സ്റ്റ് ഡേ യു ഹാവ് ടു ടേക്ക് ദ പ്രിന്റ് ഔട്ട് ഓഫ് ഈച്ച് ചാപ്റ്റേഴ്സ്. ഏട്ടാ, നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് കയറിയിരിക്കുക. പഠിക്കുന്നതിന് എളുപ്പത്തിനും പ്രിന്റ് ഔട്ട് തന്നെ. ഈ ഫോണിൽ നോക്കി ഇങ്ങനെ മറിച്ച് എന്താ പറയാ സ്ക്രോൾ ചെയ്ത് നമ്മുടെ ഹെൽത്തിനും അത് കണ്ണിനും ഒക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റെഫർ ചെയ്യാം. സോ നെക്സ്റ്റ് രണ്ടാമത്തെ, അപ്പൊ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനെ ക്ലാസിഫൈഡ് ഇൻ ടു 2, which is OPD and IPD. OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. Then next one is supportive departments. ഓക്കെ, അതെ, നമ്മള് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇത്തിരി സമയം തരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ഞാൻ അന്നേരം ചോദിക്കുമ്പോഴോ നിങ്ങളൊന്ന് ഇങ്ങോട്ട് മറുപടി പറഞ്ഞാൽ മതി. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ മ്യൂട്ട് എന്താ പറയാ അൺമ്യൂട്ട് ആക്കരുതേ പ്ലീസ്. ആരായിരുന്നു? ബിനോയ് ആരായിരുന്നു? ഐ തിങ്ക് അപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വൺ ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ നമുക്ക് നോക്കാം, ഒരു ഹോസ്പിറ്റൽസിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാം കൂടി ഒരു ഹോസ്പിറ്റൽ അല്ലേ, എങ്ങനെ എന്ത് ക്ലാസിഫിക്കേഷൻസ്. ഈ ക്ലാസിഫിക്കേഷൻസ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഫോർ അവർ സ്റ്റഡി പർപ്പസ്. നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ ഇത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്തിന്റെ കീഴിലാണ് വരിക അല്ലെ, ഏതിന്റെ അണ്ടറിലാണ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് വരിക, അത് നമ്മൾ അറിയാം. അപ്പൊ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് IPD OPD എങ്കിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് 4 different classifications. ഇനി സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും തരം തിരിച്ചിട്ടുണ്ട് 4 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട്. വിച്ച് ഈസ് ദാറ്റ് എന്തൊക്കെയാണത്? തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്, ജനറൽ ഡിപ്പാർട്ട്മെന്റ്, ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ 4 ക്ലാസിഫിക്കേഷൻസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. Then what do you mean by supportive department? Supportive departments are the departments which support the hospital system as a whole for the smooth functioning.
ഒരു ഹോസ്പിറ്റലിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഏറ്റവും പ്രധാനമായി നടക്കുന്ന നമുക്കറിയാം ട്രീറ്റ്മെന്റ് ആണ്. അത് ഇൻപേഷ്യന്റ് തലത്തിൽ നടക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് തലത്തിലും ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് മാത്രം പോരാ, ട്രീറ്റ്മെന്റുകൾ നടക്കുന്നതിനും അതിന്റെ ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഈ പറയുന്ന ട്രീറ്റ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റ് ചില കാര്യങ്ങൾ കൂടി ഒരു ഹോസ്പിറ്റൽസിൽ വേണ്ടി വരും. അത്തരം ഡിപ്പാർട്ട്മെന്റ്സിനെയാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കാം. ആൻഡ് ദീസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു 4, 4 വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇനി നമുക്ക് നോക്കാം. ഈ തെറാപ്യൂട്ടിക്, അതുപോലെ തന്നെ ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സിന്റെ കീഴിൽ വീണ്ടും ദേ ആർ അഗെയിൻ ക്ലാസിഫൈഡ്. അതിന് വീണ്ടും ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദ പർപ്പസ്. ഓരോന്നിന്റെയും പർപ്പസ് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻസ് വീണ്ടും വന്നിട്ടുണ്ട്. എന്താണത്? തെറാപ്യൂട്ടിക് മീൻസ് ബേസ്ഡ് ഓൺ ദ ട്രീറ്റ്മെന്റ് എന്നർത്ഥം. ചികിത്സാപരമായിട്ട് ബന്ധപ്പെട്ടത്, ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന് 3 ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. എന്താ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇഫ് യു ആർ ഹാവിംഗ് എനി ഹെൽത്ത് ഓർ സിക്നസ് ഓർ ഡിസീസസ്, യു വിൽ ഗോ ഫോർ എ കൺസൾട്ടേഷൻ വിത്ത് എ ഫിസിഷ്യൻ ഓർ എ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഒരുപാട് രോഗത്തിന്റെ ബേസ് ചെയ്ത് നമ്മൾ ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിസിഷ്യൻസ് അപ്പൊ നമുക്ക് സാധാ വരുന്ന പനി അല്ലെങ്കിൽ ചുമ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കണ്ടാൽ മതി അല്ലെ. അതേസമയം ഇഫ് യു ആർ ഹാവിംഗ് എനി പ്രോബ്ലം ഓൺ ഇയർ അല്ലെങ്കിൽ നോസ്, പിന്നെ ത്രോട്ട്, അപ്പൊ ENT കാണും. ഡെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണും. അതാണ് പറഞ്ഞത്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അന്നേരം അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ അടുത്താണ് നമ്മൾ പോകുക. അപ്പൊ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് അവർ തരുന്ന ആ ഒരു ചികിത്സ, നമുക്ക് തരുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ഇല്ലേ, ആ ട്രീറ്റ്മെന്റിന്റെ ബേസിസിലാണ് ഈ പറയുന്ന തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവർ നൽകുന്ന ചികിത്സ. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുന്നു, എന്ത് കിട്ടും നമുക്ക്? അവര് കുറെ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മനസ്സിലാക്കും. വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് എവരിതിങ് എൽസ്. നമ്മൾക്ക് കാര്യങ്ങൾ നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട അതിന്റെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ്, രോഗത്തിൻ്റെതായ ചില കാര്യങ്ങൾ, നമുക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ട് ആ രോഗവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരതൊക്കെ നോട്ട് ഡൗൺ ചെയ്യും. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ദേ വിൽ പ്രിസ്ക്രൈബ് സം മെഡിസിൻസ് ഓർ സം തിങ്സ്. അതായത് ചിലപ്പോൾ മെഡിസിൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും, ചിലപ്പോൾ നമ്മളോട് ചില ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രിസ്ക്രിപ്ഷൻസ് തരും അല്ലെ. ചിലപ്പോൾ നമ്മുടെ ബോഡി, ഫിസിക്കൽ ആയിട്ടുള്ള ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ എല്ല്, മസിൽസ് അല്ലെ, ബോൺ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ അതിനുള്ള പ്രിസ്ക്രിപ്ഷൻ തരും. യു ഹാവ് ടു ഡു സം ഫിസിയോതെറാപ്പി. ഇപ്പൊ കാലിനോ കലിക്കോ അല്ലെങ്കിൽ മസിൽസിനോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിങ്ങൾ സമീപിക്കുക, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ രോഗവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ടാണ് തെറാപ്യൂട്ടിക് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ അതിനെ ഫാർമസി, ഫിസിയോതെറാപ്പി, അതല്ലെങ്കിൽ ഡയറ്ററ്റിക്സ് എന്നീ 3 ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഫാർമസി അതുപോലെ ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ ഡയറക്ട്ലി റിലേറ്റഡ് ടു തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്. അതും ചികിത്സയുമായി ബന്ധപ്പെട്ടത് തന്നെ. കാരണം വിതൗട്ട് ഇൻടേക്കിംഗ് ഓർ വി ഹാവ് ടു യൂസ് ദ മെഡിസിൻസ് വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഫിസിഷ്യൻസ്, അതർവൈസ് വി കനോട്ട് ക്യൂർ അവർ ഇൽനെസ് അല്ലെ. നമുക്ക് കഴിക്കാൻ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നുകൾ ഫാർമസിയിൽ പോയിട്ട് നമ്മൾ അത് കളക്ട് ചെയ്യുന്നു, അത് കൊണ്ടുപോയി അക്കോർഡിംഗ് ടു ദാറ്റ് റിട്ടേൺ പ്രിക്കോഷൻസ്, ആ പറഞ്ഞിരിക്കുന്ന രീതിയിലെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് നമ്മളത് കഴിക്കുമ്പോൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും വി വിൽ ബി ക്യൂർഡ്, നമുക്ക് ആ സുഖത്തിൽ നിന്നും ഭേദമാകാനായിട്ട് സാധിക്കും. അപ്പൊ അത് കഴിക്കണം. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഈ പറയുന്ന 3 കാര്യം വന്നിരിക്കുന്നത്. ഏതൊക്കെ? ഫാർമസി ആൻഡ് ഫിസിയോതെറാപ്പി ആൻഡ് ഓൾസോ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് മീൻസ് അറിയാലോ, ഡയറ്റുമായി ബന്ധപ്പെട്ടത്. അതായത് ഡോക്ടേഴ്സ് വിൽ സംടൈംസ് സജസ്റ്റ് ദാറ്റ് യു ഹാവ് ടു അവോയ്ഡ് സച്ച് ഫുഡ് ഐറ്റംസ് അല്ലെ. ചിലപ്പോൾ ഇന്ന ഫുഡ് കഴിക്കരുത്, ഇന്നത് കൂടെയുള്ള കാര്യം കഴിക്കരുത്. ഇപ്പൊ ഷുഗർ അവോയ്ഡ് ചെയ്യുന്നു. ഷുഗർ പേഷ്യൻസിനോട് പറയും, ഒത്തിരി ഷുഗർ ഇട്ട് കഴിച്ചോ, ചായയൊക്കെ 4 നേരം 5 നേരമൊക്കെ കഴിച്ചോ എന്നൊക്കെ പറയില്ല. അപ്പൊ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ പറയും. അപ്പൊ അതൊക്കെ ഡയറ്റിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഡയറ്റുകളും അതുപോലെ തന്നെ നമ്മളുടെ ബോഡിക്ക് കൊടുക്കേണ്ട ചില തെറാപ്പീസും അതിന് നമ്മുടെ ശരീരത്തിലേക്ക് അസുഖം മാറാൻ കഴിക്കേണ്ട മരുന്നുകളും ഓൾറെഡി ഡയറക്ട്ലി റിലേറ്റഡ് ടു തെറാപ്യൂട്ടിക്, അതായത് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ വരാം. Not only these treatment related departments are working in a hospital for the proper functioning.
അതായത് ഹോസ്പിറ്റലിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് ഈ പറയുന്ന തെറാപ്യൂട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം പോരാ, പിന്നെന്ത് വേണം? There are some other supportive departments which come under general department. പൊതുവായിട്ടുള്ളത് മറ്റേത് ട്രീറ്റ്മെന്റുമായിട്ട് മാത്രമല്ലേ ബന്ധമുള്ളൂ. ട്രീറ്റ്മെന്റ് രോഗി വരുന്നു, രോഗിക്ക് മരുന്ന്, തെറാപ്പികൾ എന്തെങ്കിലും ഉണ്ടോ അത്, പിന്നെ ഡയറ്റ് സംബന്ധമായിട്ടുള്ളത്, അത് മാത്രമേ വരുന്നുള്ളൂ അല്ലെ, അതിനകത്ത് വരുന്നുള്ളൂ ആ ഒരു 3 ടോപ്പിക്കിനകത്ത്. പക്ഷേ there are some other general departments which works in a hospital. ഹോസ്പിറ്റലില് ഈ പറയുന്ന ഹോസ്പിറ്റൽസിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഫംഗ്ഷൻസ് നടക്കാൻ വേണ്ടി അവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന മറ്റ് പല വിഭാഗങ്ങളും ഈ ജനറൽ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ കീഴിൽ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദേ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പേരുകളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി എന്ന് പറയുന്നതാണ്. ഇതൊക്കെയാണ് CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ്, മോർച്ചറി. ചെറിയ എക്സ്പ്ലനേഷൻസ് നമുക്ക് കൊടുക്കാം. വാട്ട് ഈസ് ദീസ്? ഇതൊക്കെ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും. സോ ഫസ്റ്റ് വൺ ഈസ് CSSD. എന്താ അതിന്റെ ഫുൾ ഫോം എന്ന് അറിയാമോ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് CSSDയുടെ ഒരു എക്സ്പാൻഡഡ് ഫോം എന്ന് പറയാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. അത് ആ ഷോർട്ട് ഫോമിൽ ഇരുന്നപ്പോ ചിലപ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് ക്ലിയർ ആയില്ലെങ്കിലും സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് കേട്ടപ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് എന്തായിരിക്കും അത് ബന്ധപ്പെട്ടത്, റിലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എന്തായിരിക്കും? സ്റ്റെറിലൈസേഷൻ ആണ്. വാട്ട് ഈസ് സ്റ്റെറിലൈസേഷൻ? വാട്ട് ഈസ് ടു ബി സ്റ്റെറിലൈസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ? എന്തായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ സ്റ്റെറിലൈസ് ചെയ്യണ്ടേ? വന്നു പോകുന്നവരൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണോ? ചൂടുവെള്ളത്തിൽ മുക്കി തുടച്ച് വൃത്തിയാക്കി വെക്കണോ? അതായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അല്ലേ. The equipments which are used in a hospital, whether it may be small one or big one, അല്ലെ, ലാർജ് ചെറിയ സൈസ്ഡ് ആയിക്കോട്ടെ വലിയ സൈസ്ഡ് ആയിക്കോട്ടെ, ഇവയൊക്കെ സ്റ്റെറിലൈസ്ഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. യു വാണ്ട് ദ എക്സ്പാൻഡഡ് ഫോം, റൈറ്റ്? അല്ലെ, നിങ്ങൾക്ക് വേണ്ടേ അതിന്റെ എക്സ്പാൻഡഡ് ഫോം? അറിയില്ലാത്തവരുണ്ട്, ഐ തിങ്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. CSSD എന്ന് എഴുതാം, ഒരു ഹൈഫൻ ഇടാം, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതി വെക്കാം. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. കുറച്ച് പേര് അവിടെ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അതിന്റെ ഫുൾ ഫോം എന്താന്ന്. അതുകൊണ്ടാണ് പറഞ്ഞ് അറിയുന്നവര് എഴുതണം നിർബന്ധമില്ല. നോട്ടില് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. അതിനകത്ത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ജനറലിൽ വരുന്ന ഒരു കാര്യമാണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറില് ജനറൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് CSSD. ഓക്കെ, സെൻട്രൽ CENTRAL സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. STERILE സ്റ്റെറൈൽ സപ്ലൈ SUPPLY സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. മാഡം. ഓക്കെ, അപ്പൊ സെൻട്രൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്തിനാന്ന് മനസ്സിലായല്ലോ? For the sterilization of each and every small and large equipments in a hospital which are used for the surgical procedures, etc. അതൊരു ഹോസ്പിറ്റലിൽ പല എക്യുപ്മെന്റുകൾ ഉപയോഗിക്കേണ്ട. ചെറിയ സിസേഴ്സ് മുതൽ സ്കാൽപ്പൽസ്, കുഞ്ഞി നൈഫ് ലൈക്ക് ഒരു എക്യുപ്മെന്റ് ആണ്. കത്തിയൊക്കെ പോലത്തെ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന സർജറി പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ തന്നെ when it is used for a patient, it should be sterilized for using another patient. അതിൽ മറ്റൊരു പേഷ്യന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അതെന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. കാരണം the patients who are coming to a hospital are of different types of diseases. എല്ലാവരും തന്നെ ഒരു രോഗവുമായിട്ട് വരുന്നവരല്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് അറിയാം ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ്, ഓരോ പുതിയ രോഗമായിട്ട് ഓരോരുത്തർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. സോ ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ചില സമയങ്ങളിൽ ഡോക്ടേഴ്സിന് ദേ ഹാവ് ടു മേക്ക് സം ഇൻവെസ്റ്റിഗേഷൻസ്. വാട്ട് ഈസ് ദ ഡിസീസ്, എന്ത് രോഗമാണെന്ന്, വാട്ട് ഈസ് ദ കോസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്, ഇതൊക്കെ അവര് തന്നെ കണ്ടെത്തണം. അത് കണ്ടെത്തേണ്ട സമയം കൂടി എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഇതൊക്കെ ഓരോ രോഗങ്ങളുമായിട്ട് വരുമ്പോൾ നമുക്കറിയാം സം ഡിസീസസ് ആർ ഓൾസോ വെരി ഈസിലി കണ്ടാമിനേറ്റഡ് ടു അതേഴ്സ്. പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു സ്വഭാവമുള്ളത് കൂടിയാണ് ചില രോഗങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഒരാളിൽ ഉപയോഗിച്ച അതേ സാധനങ്ങള് വിത്തൗട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്, ആ ഒരു പ്രോസസ്സിങ് ചെയ്യാതെ it cannot be used for another patient. അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ പണ്ടൊക്കെ തെർമോമീറ്റേഴ്സ് ആയിരുന്നു. നമ്മള് എന്താ പറയാ, പനി വരുമ്പോ നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോ പനി വരുമ്പോ ഹോസ്പിറ്റലിൽ വരുമ്പോ ഒരു തെർമോമീറ്റർ ഉണ്ട്, അതിന്റെ അകത്തേക്ക് അതിനകത്തുള്ള മെർക്കുറി ലിക്വിഡ് അതിന്റെ ഇത് ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിങ്ങനെ
എന്താ പറയാ എക്സ്പാൻഡ് ചെയ്യാനകത്ത് കിടന്ന് അപ്പോഴാണ് നമ്മൾ പറയും ഇത്ര ഡിഗ്രി ഉണ്ട് പനി എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കുക അല്ലെ. അപ്പൊ അത് എന്നിട്ട് എന്താ അവരെന്ത് ചെയ്യും, കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു ചെറിയൊരു ബോട്ടിൽ ഒരു ചെറിയ എന്തോ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഡോക്ടേഴ്സിന്റെ ടേബിളിന്റെ പുറത്തുണ്ടായിരിക്കും. ദേ വിൽ പുട്ട് ഇറ്റ് ഇൻ ദാറ്റ് അല്ലെ, ആ ലിക്വിഡിനകത്താക്കിയാണ് അവരിടുക. ഇറ്റ്സ് എ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അതൊരു തരം സ്റ്റെറിലൈസിംഗ് ആണ് എന്ന് വെച്ചാൽ അതിന്റെ അകത്തുനിന്ന് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ഇപ്പൊ അടുത്ത ആള് ഒരു പനിയായിട്ട് വരുന്നു. പണ്ടൊക്കെ അങ്ങനെ വെറൈറ്റീസ് ഓഫ് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് വരുന്നതാണ് വെറൈറ്റീസ് ഓഫ് രോഗങ്ങൾ, കുറച്ച് കൂടുതലാ വരിക. അപ്പൊ അന്നേരം നമ്മൾ ആ രീതിയിൽ ഉപയോഗിച്ച് ഇന്ന് രോഗങ്ങളുടെ സ്വഭാവ രീതികളൊക്കെ മാറി, നേച്ചർ ഓഫ് ഡിസീസ് ഒക്കെ ഒത്തിരി ഡിഫറെന്റ് ആയി മാറി. ഡിഫറെന്റ് ആയി കഴിഞ്ഞപ്പോ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള രോഗങ്ങളും ഉണ്ട്. സോ ഇന്നിപ്പോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്ത കൊറോണ പോലെയുള്ള ഡിസീസസ് വന്നു കഴിഞ്ഞപ്പോ തൊട്ട് മുന്നിൽ കണ്ടാൽ പോലും കൊറോണ വന്ന് നമ്മുടെ മേത്തോട്ട് കയറിയാലോ എന്ന് വരെ നമ്മൾ പേടിച്ച് ആദ്യ പിടിച്ചിരുന്നിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ, ഒരു മാസമൊക്കെ വരെയൊക്കെ നമ്മളെ പറ്റിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇതൊന്നും അങ്ങനെ പോകുന്നതല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യമൊക്കെ ജനലൊക്കെ തുറന്നാൽ ജനൽ വഴി കൊറോണ അകത്തോട്ട് കയറുമോ എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ നമ്മൾ ഇതിലൊക്കെ യൂസ്ഡ് ടു ആയി. എന്ത് പറ്റി, ഇതൊന്നും ഒന്നുമില്ല, ഞങ്ങളെ ഇതൊന്നും ഒന്നും കാണിച്ച് പേടിപ്പിക്കേണ്ടെന്നുള്ളത് നമ്മൾ പുറത്തിറങ്ങിയൊക്കെ നടക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ ഇത്തരം ഡിസീസസ് ചില ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒരാളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് മറ്റൊരാളുകളിലേക്ക് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാന്നല്ല പറയണ്ടേ, മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഈ പറയുന്ന ഈ വൈറസസ് അല്ലെങ്കിൽ ബാക്ടീരിയസ് ഒക്കെ പെട്ടെന്ന് ആളുകളിലേക്ക് മറ്റ് ആളുകൾ, ഇപ്പൊ ഒരാൾക്ക് കൊടുത്തു, ആ ഒരാളിൽ നിന്ന് അത് രണ്ടാൾക്ക് കിട്ടി, 2 4 3 4 4 8 8 16 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇൻക്രിമെന്റ് വളരെയധികം ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകും. സോ ഈ പറയുന്ന സെൻട്രൽ സ്റ്റെറൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെൽപ്പിംഗ് ദ ഹോസ്പിറ്റൽസ് ടു കീപ് ദ എക്യുപ്മെന്റ്സ് ക്ലീൻ ഓർ സ്റ്റെറിലൈസ്ഡ് ആസ് റിക്വയർഡ്. അതായത് അവർക്ക് വേണ്ട രീതിയിൽ അതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ അത്ര വിശാലമായ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല എങ്കിലും ഇൻ ഫോറിൻ കൺട്രീസ് ഐ തിങ്ക് അവർക്ക് ഒരു ഹോസ്പിറ്റൽസിന്റെ തന്നെ അത്രയും വലിപ്പമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിനു വേണ്ടിയുണ്ട്. ഇഫ് യു നിങ്ങളൊന്ന് യൂട്യൂബിലോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് അതിന്റെ ഒരു പ്രോസസ്സ് തന്നെ. ഈ ചാപ്റ്ററും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരു വലിയ ചാപ്റ്റർ തന്നെ പഠിക്കാൻ തന്നെ ഉണ്ട്. അന്നേരം നമ്മൾ കുറച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് പറയും. ഇപ്പൊ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഈ പ്രോസസ്സിംഗ് ആണ് നടക്കുക. ഈ എന്താ പറയാ കുറെ ഈ സ്റ്റെറിലൈസ് ചെയ്യേണ്ട എക്യുപ്മെന്റുകളെല്ലാം എന്താണ് ഓരോ സോർട്ട് ചെയ്യും. ഫസ്റ്റ് സോർട്ട് ഇറ്റ് ഓൾ തിങ്സ്. ഇത് ചെറിയ സിസേഴ്സ് ഒക്കെ ഒന്നില് കുറച്ചുകൂടി വലിയ സൈസിലായിട്ടുള്ളത് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. അത് ഓരോ ക്യാബിൻ പോലത്തെ ഓരോ ബോക്സുകളിലാക്കുന്നു. അത് എന്താ പറയാ ഒരു എന്താ പറയാ ഒരു ചില എന്താ പറയാ ഒരു പാത്വേ പോലെയാണ്. ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി അത് സ്റ്റെറിലൈസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു ഡോർവേ, ഒരു എക്സിറ്റ് എന്ന് പറയുന്ന ഒരു വഴിയിലൂടെ അത് പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ബോക്സസിലാക്കിയിട്ട് ഈ പറയുന്ന എൻട്രി മീൻസ് എൻട്രൻസിലൂടെ കടത്തി വെക്കുന്നു. അത് ഫുൾ കംപ്ലീറ്റ് അതിന്റെ വർക്ക് പ്രോസസ് ചെയ്ത് ഇപ്പുറത്തെ വഴി കൂടി നമുക്കത് കിട്ടും. ഒരു മെക്കാനിക്കൽ പ്രോസസ്സിംഗ് ആണ്, ഒരു ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ പ്രോസസ്സിംഗ് ആണ്. അല്ലാണ്ട് നമ്മൾ കൊണ്ടുപോയിട്ട് കൈ എടുത്ത് വെച്ചിട്ട് കഴുകി ചൂടുവെള്ളത്തിലിട്ട് അതൊന്നും വേണ്ട. ഇന്ന് ഹോസ്പിറ്റൽസിൽ ഒത്തിരി ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് എപ്പോഴും ആവശ്യമുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഒരു സെറ്റോ 2 സെറ്റോ ഒന്നും അല്ല ഹോസ്പിറ്റൽസിൽ ഉണ്ടാകാം. ഡിഫറെന്റ് കുറെ സെറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഓരോന്നും ഒരു സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഈ CSSD-യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ മേക്കിംഗ് ദ പ്രോസസിംഗ് ഓഫ് സ്റ്റെറിലൈസേഷൻ പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറ്റ് വിൽ ബി ഗിവൺ ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് അക്കോർഡിംഗ്ലി. അവർക്ക് എവിടെ നിന്നൊക്കെയാണ് അവർ ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ കളക്ട് ചെയ്തത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അത് കൊടുത്തു ഹാൻഡ് ഓവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി CSSD-യുടെ. And next comes housekeeping, which is also very important supportive department in a hospital. അതായത് ഹൗസ്കീപ്പിംഗും ഒരു ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടീവ് വിഭാഗത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എങ്ങനെ ചോദിച്ചാൽ അതായത് ഹൗസ്കീപ്പിംഗ് എന്താണ്? ഹൗസ്കീപ്പിംഗ് ടു മാനേജ് ടു കീപ് ദ ഹോസ്പിറ്റൽസ് നീറ്റ് ആൻഡ് ക്ലീൻ, ഓൾവേസ് ഹൈജീനിക് ആയിട്ട് വെക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഹോസ്പിറ്റൽ പരിസരമൊക്കെ ബെഡ്ഷീറ്റ് നന്നായിട്ട് വിരിക്കുക മേഡം. ബെഡ്ഷീറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യുക. അത് എന്താ പറയാ അവിടെ പേഷ്യൻസിന് വേണ്ടി കൊടുത്തതൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക സമയാസമയങ്ങളിൽ അക്കോർഡിംഗ് ടു ടൈം. അത് സമയത്തിനനുസരിച്ച് അവരതൊക്കെ അവിടെ നിന്ന് മാറ്റി ഇതൊക്കെ അതിന്റെ റെസ്പോൺസിബിലിറ്റി അവർക്കണം. ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് തന്നെയല്ല നമ്മുടെ ഹൗസ് കീപ്പിംഗ് എന്ന് പറയാം. നമ്മുടെ വീടുകളിൽ മറ്റ് ഇപ്പൊ ഒരു മുറിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ബെഡൊക്കെ എന്താ പറയുക എഴുന്നേറ്റ് പോകുന്ന പോലെയൊക്കെ തന്നെ കിടക്കും. രാത്രി ആയാലും ഇനിയും അങ്ങോട്ട് തന്നെ ചെന്ന് കിടക്കാനുള്ളത്.
അങ്ങനെ കിടക്കട്ടെ അല്ലെ. നമ്മൾ എഴുന്നേറ്റ് പോരുമ്പോ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്തു, പില്ലോ കവേഴ്സ് ഒക്കെ നമ്മൾ ഇപ്പൊ ചിലപ്പോ കിടന്നു കഴിയുമ്പോ എഴുന്നേറ്റ് വരുമ്പോ അതൊക്കെ റഫായി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തു, അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഇട്ടു, അറേഞ്ച് ചെയ്ത് വെച്ചു, മടക്കി ബെഡ്ഷീറ്റ് നമ്മള് പുതപ്പുകളൊക്കെ ആണെങ്കിൽ അത് അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും അതെ, അതുപോലെ അതിന്റെ പരിസരമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് നെക്സ്റ്റ് കംസ് കിച്ചണും വേണം അല്ലെ. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമല്ല, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അല്ലെങ്കിൽ ഇറ്റ് കനോട്ട് ബി അവോയ്ഡഡ്. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളൊന്നും നമുക്ക് ഹോസ്പിറ്റൽസിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഇന്ന് ഓൾ പീപ്പിൾ ആർ വെരി ബിസി. നമ്മളെല്ലാവരും ഇന്ന് ഭയങ്കര ബിസിയാണ്. ഒരു കാര്യത്തിനും നമ്മൾക്ക് ദൂരെയൊക്കെ പോയിട്ട് ഇതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഇപ്പോ എന്താണ്, ദേ ആർ പ്രൊവൈഡിങ് ക്യാൻറ്റീൻ സർവീസസ്. അത് തന്നെയാണ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പൊ ക്യാൻറ്റീൻ സർവീസസ് എന്ന് വെച്ചാൽ അവിടെ പേഷ്യൻസിനായിക്കോട്ടെ, ബൈസ്റ്റാൻഡേഴ്സ്, വിസിറ്റേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് മേ ബി കമ്മിങ് ടു ദ ഹോസ്പിറ്റൽസ് അവിടെ വരുന്നുണ്ടായിരിക്കും. സോ ടു പ്രൊവൈഡ് വളരെ നല്ല രീതിയിലുള്ള ഫുഡ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്യാൻറ്റീൻ അല്ലെങ്കിൽ കിച്ചൺ ഡിപ്പാർട്ട്മെന്റ്. Then this kitchen department has to make sure that the foods which are prepared and supplied in the hospitals for the patients should be വെരി കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്. വളരെ ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒരുപാട് പഴകിയ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കുക. നമുക്കറിയാം രോഗവുമായിട്ട് ചെന്നിരിക്കുന്നവരാണ് ഹോസ്പിറ്റൽസിൽ. സോ ഇഫ് യു ആർ ഗിവിംഗ് ഇൻഫെക്റ്റഡ് ഫുഡ് ഐറ്റംസ് ഇറ്റ് വിൽ മേക്ക് ദം മോർ ഇൻഫെക്ഷ്യസ് അല്ലെ. രോഗികൾക്ക് ഇത്തരം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്താൽ എന്ത് പറ്റും, രോഗം കൂടെയുള്ളൂ. മനസ്സിലായി, രോഗം കുറയില്ല. അപ്പൊ രോഗികൾക്ക് നമ്മള് പഴകിയത് കൊടുക്കാൻ പാടില്ല. നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ളത്, ഇച്ചിരി ചൂടുള്ളത്, ഹെൽത്തിന് അവരുടെ ഡയറ്റീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡുകളാണ് സപ്ലൈ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കിച്ചൺ ഓർ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് ടു മേക്ക് ഷുവർ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് മാഡം, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഓൾസോ. ഡയറ്ററി മീൻസ് കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. മനസ്സിലായി. മറ്റേത് ഡയറ്റീഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. രണ്ട് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡയറ്ററ്റിക്സ് പ്രൊവൈഡ്, അതായത് വാട്ട് എവർ ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഇസ് ഗിവൺ ബൈ ദ ഡയറ്റീഷ്യൻ ഷുഡ് ബി ഫോളോഡ് ബൈ ദ പേഷ്യൻസ്. അതായത് നമ്മൾ ആ രീതിയിൽ ഫോളോ ചെയ്യണം എന്നാണ്. മറ്റേത് കിച്ചൺ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന ഫുഡ് എങ്ങനെയുള്ളതാണ്, ഏത് ഒരു ഇതിൽ വെച്ചിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്, ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്താണോ, എവിടെയെങ്കിലൊക്കെ ഉരുണ്ട് പരട്ടി എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി സമ്പാറോ അല്ലെങ്കിൽ ചോറോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി പേഷ്യൻസിന് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അണുവിമുക്തമാണോ, അവിടെ വല്ല വൈറസും ബാക്ടീരിയസും ഈച്ചയും കൊതുകും ഒക്കെ വന്നിരിക്കുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണോ, ഇതൊക്കെ അവര് ഓരോ ദിവസവും ക്ലീൻ ചെയ്തിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഇവരിതൊക്കെ മേക്ക് ഷുവർ ചെയ്യണം. ഇവരത് ഉറപ്പുവരുത്തണം. അത്തരം സ്ഥലത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് ഹോസ്പിറ്റൽസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്നും NABH ഹോസ്പിറ്റലിലൊക്കെ ക്യാൻറ്റീൻ വേറെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വേറെ അങ്ങനെയൊക്കെയല്ലേ അതിന്റെ? ക്യാൻറ്റീനില് എല്ലാ ഹോസ്പിറ്റലിലും ഈ ക്യാൻറ്റീൻ ഇവർ അണ്ടറിലായിരിക്കും. ഇവര് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ടാവോ ആ ഹോസ്പിറ്റൽ ക്യാൻറ്റീന്? ഹോസ്പിറ്റൽസിൽ അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക്. ക്യാൻറ്റീനൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്ത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ ഉറപ്പുവരുത്തണം. അതൊക്കെ അതിനകത്തുള്ളതാണ്. അല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ വേറെ, അവരുടെ പേഷ്യൻസിനുള്ള ഡയറ്ററി വേറെ അല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അതെ, ഓക്കെ, അങ്ങനെയാണ്. അത് അവരുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പൊ രണ്ടും രണ്ടായിട്ടായിരിക്കും. നമ്മളിപ്പോ സാധാരണ ഉള്ള ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടാണ് പറയാ കേട്ടാ. അപ്പൊ അതിന് ചില അവരുടേതായ പ്രോട്ടോകോൾ ഉണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാകുമ്പോൾ അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യാം. അപ്പൊ കിച്ചൺ എന്ന് പറയുന്നതും ഇറ്റ്സ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് നമ്മളുടെ കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലോണ്ടറി.
ലോണ്ടറിയും ഹൗസ് കീപ്പിംഗും തമ്മിൽ ക്ലാഷ് ആകരുത്. ലോണ്ടറി വേറെയാണ്. ലോണ്ടറി അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? ടു clean or wash the cloth materials, linens, cords, which is used by the doctors, nurses and other staff. അല്ലെ, മറ്റ് സ്റ്റാഫുകളോ ഡോക്ടേഴ്സോ അവരൊക്കെ സർജറിക്കൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോ ഇടുന്ന കോട്ട് അല്ലെ, അവരുപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ, അതുപോലെ തന്നെ എക്യുപ്മെന്റ് അല്ല, ഡ്രസ് മെറ്റീരിയൽസ്, പിന്നെ നഴ്സസ് ഉപയോഗിക്കുന്ന കോട്ടുകൾ, ഇതൊക്കെ ഫ്രം ടൈം ടു ടൈം ഇറ്റ് ഷുഡ് ബി വാഷ്ഡ് ആൻഡ് യൂസ്ഡ് അല്ലെ. അതൊക്കെ ലോണ്ടറിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ് അതൊക്കെ കൊണ്ടുപോയിട്ട് പേഷ്യൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് പേഷ്യൻസിന്റെ അവിടുന്ന് ബെഡിൽ നിന്നൊക്കെ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങള്, അവരുടെ ബെഡ് കവർ, പില്ലോ കവേഴ്സ് എല്ലാം എടുത്തോണ്ട്, എല്ലാം, അതായത് ക്ലോത്ത് ഐറ്റംസ് എല്ലാം തന്നെ ഹോസ്പിറ്റൽസിലെ ക്ലോത്ത് ഐറ്റംസ്, ഈവൻ ദ കർട്ടൻസ് വരെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഹാവ് ടു ബി ഹാൻഡഡ് ഓവർ ടു ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ആസ് യൂഷ്വൽ. എല്ലാവർക്കും തന്നെ അവർ എവിടെ നിന്നൊക്കെ എടുത്തോ അതൊക്കെ തന്നെ അങ്ങോട്ടേക്ക് തന്നെ റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ ദിസ് ദേ ക്യാൻ യൂസ് എനി മോഡേണൈസ്ഡ് മെത്തേഡ്. അതിന് വേണ്ടിയിട്ട് അവർക്ക് വാഷിംഗ് മെഷീൻസ് അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും രീതിയിൽ ഇതൊക്കെ വാഷ് ചെയ്യാനൊക്കെ, കാരണം 1-2 ലിനൻസോ അല്ലെങ്കിൽ ക്ലോത്ത്സോ കർട്ടൻസോ ഒക്കെ ഒന്നും അല്ല ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുക. അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ബെഡ്സ്, ബെഡുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അല്ലെ. 1-2 ദിവസമൊക്കെ കൂടുമ്പോ ഈ പേഷ്യൻസിനെ വിരിച്ചിട്ടിരിക്കുന്ന പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്സും പില്ലോ കവേഴ്സും ഒക്കെ ചേഞ്ച് ചെയ്യണം. അതൊക്കെ വാഷ് ചെയ്ത് വീണ്ടും അത് അങ്ങോട്ടേക്ക് എത്തിക്കണം അല്ലെ. അപ്പൊ അതിനൊക്കെ ഒത്തിരി ഉണ്ടാവുമല്ലോ, ഒത്തിരി ലോഡായിരിക്കും ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്താ പറയാ, ഒരു പരമ്പരാഗതമായ രീതിയില് പണ്ടത്തെ ട്രഡീഷണൽ മെത്തേഡില് ആളുകളെ അലക്കാനായിട്ട് നിർത്തി അലക്കി വിരിച്ച് ഉണക്കിയൊക്കെ ഇഷ്ടംപോലെ സമയം എടുക്കും. സോ അത് പുതിയ ടെക്നോളജി അനുസരിച്ച് ഇതെല്ലാം വാഷ് ചെയ്യുക, അത് തന്നെ അതുപോലെ തന്നെ ഡ്രൈ ആക്കുക. ചിലതൊക്കെ അയേൺ ചെയ്യേണ്ടി വരും, അയേൺ ചെയ്യണം. മാത്രമല്ല ഈ ലോണ്ടറിയുടെ ഇവരുടെ പ്രത്യേകത അല്ലെങ്കിൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇഫക്ട് എനിത്തിങ് ഈസ് സ്ക്രാച്ച്, എന്തെങ്കിലും തരത്തിലുള്ള സ്ക്രാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങോ ഒക്കെ ആവശ്യമുള്ളതാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്റ്റിച്ച്ഡ് ആൻഡ് റിട്ടേൺഡ്. അത് സ്റ്റിച്ച് ചെയ്ത് റിപ്പയർ ചെയ്ത് വേണം ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട്. പിന്നെ ഈ എന്താ പറയാ, ഉടുപ്പിലൊക്കെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ്, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ്, പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ്, ഒത്തിരി ഫ്ലൂയിഡുകൾ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ. ഇപ്പൊ ടിയേഴ്സ്, കണ്ണുനീര് വരെ ചിലപ്പോൾ അത് ഡിസീസസിന് കാരണമാകാം. കാരണം അതിനകത്തൊക്കെ ഇപ്പൊ ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ രോഗിയുടെ രോഗാണുക്കൾ അതിനകത്തൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സലൈവ, പിന്നെ എന്താണ് ബ്രസ്റ്റ് മിൽക്ക്, ഇതൊക്കെ ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്നതാണ്. പിന്നെന്താ പറയാ, നമ്മുടെ യൂറിൻ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് നമ്മളുടെ ഈ പറയുന്ന ഡ്രസ്സുമായിട്ട് കോൺടാക്റ്റിൽ കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ്. ഓരോന്നും സെപ്പറേറ്റ്ലി ആണ് ക്ലീൻ ചെയ്യുന്നത്. ബ്ലഡ്, ഇൻഫെക്റ്റഡ് ഐറ്റംസ്, അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ്, ഇതൊക്കെ വേറെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വാഷ് ചെയ്ത് എന്ത് ചെയ്യാ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Then the next one is security department. അതും ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്, which keeps the hospital premises and hospital or department secured ആയിട്ട്. അതായത് എവിടെയൊക്കെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് അത്യാവശ്യമുള്ള കാര്യമാണ് അല്ലെ. ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ഹോസ്പിറ്റൽ എൻട്രൻസിലോ അല്ലെങ്കിൽ ആളുകൾ വരുന്നവർക്കുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസോ അതൊക്കെ ഒഴിവാക്കാനായിട്ട് സെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുള്ളതാണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. Then the next one is, അതൊന്നും വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്, അതെന്തായിരിക്കും മെയിൻ്റെനൻസ്? The maintenance which is required for the equipments, machines which are operated in a hospital. നമുക്കറിയാം ഹോസ്പിറ്റലിൽ different types of machines are used, different equipments are used, which is to be repaired from time to time, maintained from time to time അല്ലെ. അത് എക്സ്റേ മെഷീൻസ് ഉണ്ടാവും, സ്കാനിങ് മെഷീൻസ് ഉണ്ടാകും, TMT എടുക്കുന്ന എക്കോകാർഡിയോഗ്രാം, അങ്ങനെ ഒത്തിരി മെഷീൻസ് ഉണ്ട്. ഈ മെഷീൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ എന്താ പറയാ ഫിസിഷ്യൻസ് ഓർ ദ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ക്യാൻ മേക്ക് ദെയർ ട്രീറ്റ്മെന്റ്സ് ഈസി, ക്യാൻ മേക്ക് ദെയർ ഡയഗ്നോസിസ് ഈസി അല്ലെ. പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനോ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അത് ക്യൂർ ചെയ്യാനോ ഈ പറയുന്ന മെഷീൻസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. വർക്ക് ഇൻ പ്രോഗ്രസ്, ബയോമെഡിക്കൽ ആയിട്ടുള്ള ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് ഹോസ്പിറ്റൽസിലെ എല്ലാ ഫംഗ്ഷൻസും കറക്റ്റ് ആയിട്ട് നടക്കുള്ളൂ. ഇഫ് എനി മെഷീൻ ബിക്കംസ് ബ്രേക്ക് ഡൗൺ,
ഏതെങ്കിലും മെഷീൻ ബ്രേക്ക് ഡൗൺ ആയാൽ എന്ത് പറ്റും? നമുക്കറിയാലോ, നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ കുറച്ച് മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ എന്താ പറയാ മിക്സി, ഇതൊക്കെ നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതൊക്കെ ഏതെങ്കിലും ഒരു ദിവസം പർട്ടിക്കുലർ ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാത്തിലും എൻഗേജ്ഡ് ആകുന്ന ആളുകളാണ്. അപ്പൊ എന്താണ്, പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിപ്പോയി എന്ന് വിചാരിക്കാം. സോ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും പല രീതിയിലും, അല്ലെ? പെട്ടെന്ന് നമുക്ക് അത് റിപ്പയർ ചെയ്തതിനുള്ള ആളെ കിട്ടിയില്ലെങ്കിലോ? പക്ഷേ ഒരു ഹോസ്പിറ്റൽസിലാകുമ്പോ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് എപ്പോഴെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുക. മാഡം ഈ മെയിൻ്റെനൻസിനെ കുറിച്ച് പറയുന്നത് ഇക്വിപ്മെന്റ്സ് ആണോ മാഡം? എക്യുപ്മെന്റ്സ് അല്ല, മെഷീൻസ്, മെക്കാനിക്കൽ മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ സ്കാനിങ് മെഷീൻസ്, എന്ത് സാധനമായാലും ഇഫ് യു ആർ യൂസിങ് ഡെയിലി അതിന് എന്തുവരും? ഇതൊക്കെ തേയ്മാനം വരുന്ന മെഷീൻസ് അല്ലേ, മാൻമെയ്ഡ് മെഷീൻസ് ആണ് ഇതൊക്കെ. മാൻമെയ്ഡ് ആയിട്ടുള്ള മെഷീൻസിന് തീർച്ചയായിട്ടും മനുഷ്യന്മാർക്ക് പിന്നെ എത്ര നേരം വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുറെയൊക്കെ ചെയ്യാം. നമ്മള് എന്താ പറയാ, ഇപ്പൊ നമ്മള് ക്ഷീണിച്ചാൽ പോലും തളർന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു മനസ്സിൽ നമുക്ക് എന്തോരം വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ മെഷീൻസ് വെൻ ദേ ബിക്കംസ് ബ്രേക്ക് ഡൗൺ, ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു സർജിക്കൽ പ്രൊസീജിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കാനിങ്ങിലോ ഒരു വലിയ MRI സ്കാൻ ഒക്കെ ചെയ്യുന്ന മെഷീന്റെ അകത്തേക്ക് ഒരാളെ കയറ്റി എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ നടത്തിയിട്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാകും. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെയുള്ള ചെക്കപ്പ് ഒക്കെ മനുഷ്യന്മാര് ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തില്ലേ? ഇപ്പൊ എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്നതാണ് വൺസ് ഇൻ എ ഇയർ വി ഹാവ് ടു മേക്ക് അവർ ഫുൾ ബോഡി ചെക്കപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. വർഷത്തിലൊരിക്കലൊക്കെ ഇപ്പോഴത്തെ രോഗാവസ്ഥകളൊക്കെ കണ്ടിട്ടേ. അപ്പൊ നമ്മൾക്ക് അകത്ത് എന്തൊക്കെയോ രോഗങ്ങളുണ്ടെന്ന് ഓരോ ഇയറിൽ നമ്മളൊന്ന് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തുന്നത് നല്ലതാണ്. മെഷീൻസും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആവശ്യം വേണ്ട സമയങ്ങളിൽ ഇറ്റ് ഷുഡ് ബി മെയിൻറ്റൈൻഡ് ആൻഡ് റിപ്പയർഡ്. അതർവൈസ് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആയി പോകും. അന്നേരം നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും, എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ താറുമാറാകും, അല്ലെ? ഒരുപാട് കാര്യങ്ങളിൽ ഡിലേ വരും, ലാഗ് വരും. അപ്പൊ അത്തരം പോസിബിലിറ്റീസ് ടു അവോയ്ഡ് all these possibilities, all these machines, mechanical instruments whichever are required in the hospital should be maintained or repaired from time to time to make this or to avoid this breakdowns. ഇത്തരം ബ്രേക്ക്ഡൗണുകളൊക്കെ ഒഴിവാക്കാൻ ഒരു പരിധി വരെ അത് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. ആൻഡ് the next one is mortuary, which is another supportive department, comes under the general department. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന മറ്റൊന്നാണ് മോർച്ചറി. Mortuaries means it is a temporary house in which dead bodies are kept for further investigation purpose or forensic purpose or for examination purpose. എന്താ ഓക്കെ. മാഡം മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോഴേ ഇലക്ട്രിക്കൽ സെക്ഷൻ ഒക്കെ അതിൽ പെടുവോ? അല്ല, നമ്മള് എല്ലാം പെടും, എല്ലാ എക്യുപ്മെന്റുകളും. ഇപ്പൊ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻസും മെക്കാനിക്കൽ. അത് രണ്ട് സെക്ഷൻ ആയിട്ടല്ലേ ഹോസ്പിറ്റലല്ലേ? ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വേറെ, ഇത് ഇലക്ട്രിസിറ്റി അതിന്റെ അങ്ങനെ രണ്ടിലും അതാണെങ്കിൽ, പക്ഷെ മെയിന്റനൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് അത് വരിക. ജനറൽ ആയിട്ട് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റില് ജനറൽ അതിങ്ങനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയില്ല. എക്യുപ്മെന്റുകളാണെങ്കിലും മെഷീൻസ് ആണെങ്കിലും അതും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ ഇപ്പൊ ഒരു ഇൻപേഷ്യന്റിനെ എടുത്തിരിക്കുന്ന അവിടെ AC ഉണ്ട്, ഫാൻ ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്കറിയാലോ, നമ്മൾ പോരുമ്പോഴേക്കും റൂം റെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ഒക്കെ എമൗണ്ട് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇഫ് ദ AC is not working, അത് പിന്നെ അവിടെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിന് വർക്കിംഗ് അല്ല, പക്ഷെ വി ഹാവ് ടു പേ ദ എമൗണ്ട് വിച്ച് ഈസ് സ്പെസിഫൈഡ്. ആ റൂമിന് നമ്മളോട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റെന്റ് പറഞ്ഞിരിക്കുന്നത് അതെന്തായാലും നമ്മൾ കൊടുക്കാതെ പറയാൻ പറ്റില്ല. അപ്പൊ AC വർക്കിംഗ് അല്ലെങ്കിൽ വി വിൽ കംപ്ലൈന്റ്, അല്ലെ? നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ആൾക്ക് റൂം പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അത് ഫ്രം ടൈം ഇപ്പൊ വെള്ളം വരുന്നില്ല, വാഷ്റൂമിനകത്ത് വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുറി കൊടുത്തിട്ട് അവിടെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ട്. വെള്ളം ഇല്ലാത്ത പൈപ്പാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ പൈപ്പ്, അല്ലെ? അപ്പൊ അതൊക്കെ എല്ലാം കംസ് അണ്ടർ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. ദെൻ മോർച്ചറി ആണ്. മോർച്ചറി ഓർ മോർഗ് എന്ന് ഫ്രഞ്ച് ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറയാം. ബോത്ത് ആർ സെയിം, രണ്ട് സിനോണിം പദങ്ങളാണ് മോർച്ചറിക്ക് ഉള്ളത്. ഇൻ വിച്ച് ദ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓർ ഫോർ സം ഡേയ്സ്, കുറച്ച് ദിവസത്തേക്കാകാം, കുറച്ച് നേരത്തേക്കാകാം, ഫോർ ദ പർപ്പസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓർ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓർ ഫോർ എക്സാമിനേഷൻ ഫോർ ദ സ്റ്റുഡൻസ്, പഠിക്കുന്ന കുട്ടികൾക്കോ
അല്ലെങ്കിൽ എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻ ഫോറൻസിക് വിഭാഗക്കാർക്ക് ഈ പറയുന്ന ആള് എങ്ങനെ മരിച്ചു അതിന്റെ റൂട്ട് കോസസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് ഇങ്ങനെ ആവാം. അല്ലെങ്കിൽ ഇപ്പൊ സ്ട്രേഞ്ചർ ഈസ് എന്താ പറയാ ഡെഡ്, ഒരു ആള് അറിയില്ലാത്ത ആള് ഏതെങ്കിലും ഒരു പരിസരത്ത് മരിച്ചു, ഇയാൾ ആരാണെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഹിസ് ബോഡി വിൽ ബി മൂവ്ഡ് ടു ദ നിയർ ബൈ മോർച്ചറി ഇൻ എ ഹോസ്പിറ്റൽ. അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ ഏതെങ്കിലും മോർച്ചറിയിലായിരിക്കും അത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. ഫോർ ദ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ് ഹു ആർ ടു കം ആൻഡ് ഐഡന്റിഫൈ ദ ബോഡി. ഈ ബോഡി വന്നിട്ട് ആരാണോ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് വരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ആളില്ല, ആരും ഇല്ല, എന്നാൽ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല പോവുക. അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് സൗകര്യപ്രദമായിട്ട് ആളുകൾക്ക് പെട്ടെന്ന് വന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള സൗകര്യത്തിന് എവിടേക്കെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസസിലേക്ക് മൂവ് ചെയ്യും ആ ബോഡീസ്. അങ്ങനെ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. മോർച്ചറിയെ കുറിച്ച് നമുക്ക് ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട്. മോർച്ചറീസ് തന്നെ പല രീതിയിലുണ്ട് കേട്ടോ, പല മോർച്ചറീസ് ഒക്കെ ഉണ്ട്. ചില പണ്ട് കാലത്തൊക്കെ the people were in confusion whether the person is died or not, or they are buried alive എന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നേ പണ്ടൊക്കെ. ഈ പണ്ടത്തെ അതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അതായത് പണ്ട് കാലത്ത് ഈ പറയുന്ന പോലെയുള്ള ടെക്നോളജീസ് ഇല്ല. അതായത് ഒരാൾ മരിച്ചോ ഇല്ല എന്നൊക്കെ ഒരാൾ വന്നിട്ട് പറഞ്ഞു മരിച്ചു എന്ന് പറയുന്നു. മരിച്ചിട്ട് കുഴിച്ചിട്ട് കഴിയുമ്പോ ഇവർക്ക് ആളുകൾക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്. അത് ആള് മരിച്ചിട്ട് തന്നെയാണോ കുഴിച്ചിട്ട്, അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചിട്ടോ, അല്ലെങ്കിൽ എന്താ പറയാ ജീവന്റെ ചെറിയ ഒരു അംശമെങ്കിലും ആളിൽ ഉണ്ടായോ, ചലനം ഉണ്ടായോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇത്തരം വെയിറ്റിംഗ് മോർച്ചറീസും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ട് ഈ ആൾക്ക് ജീവന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കി എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് നോക്കാനും വാച്ച് ചെയ്യാനും ഒക്കെ നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് അത്തരം മോർച്ചറിയിൽ സൂക്ഷിക്കും. അതിനുശേഷം കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ ആള് ഡെഡ് ആയി എന്ന് മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക. സോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ cleanliness and healthy atmosphere of a hospital, then kitchen or canteen which is given responsibilities, the department which gives responsibilities to look after or to ensure the food and the things which is provided by the canteen or kitchen, laundry which is to be the things which are used, the clothes, materials, linens, cords which are used by the physicians, doctors, then staffs, nurses, etc. are using അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. സെക്യൂരിറ്റി, then maintenance department, each and every mechanical items to be maintained. Mortuary എന്ന് പറയുന്ന ഒരു ടെമ്പററി ഡെഡ് ബോഡി സൂക്ഷിക്കുന്ന ഒരു ഹൗസ് ആണ് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് ജനറലിൽ വരിക. Then the third one, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ഇൻക്ലൂഡ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് വരുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയഗ്നോസ്റ്റിക്, അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് മീൻസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഡിസീസ്. ഈ ഒരു രോഗവുമായിട്ട് ചെല്ലുമ്പോ പനി വന്നു, നമ്മൾ പോകുന്നു, ഡോക്ടർ നോക്കി കുറച്ച് മരുന്നൊക്കെ തന്നു, പോയിട്ട് കഴിച്ചു, ഒരു 3 ദിവസം 4 ദിവസമൊക്കെ പനിക്കും, അതേ മാറിക്കോളും എന്ന് പറയുന്നു. 3-4 ദിവസം കഴിച്ചു, 5-6 ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല. വീണ്ടും ആ കോഴ്സ് ചെയ്യുന്നപ്പോ വിഗെയിൻ ആ ഒരു അസുഖം വീണ്ടും നമ്മളെ ശല്യപ്പെടുത്തുന്നു. സോ വിൽ ഗോ ഫോർ അനദർ ഫോളോ അപ്പ്. വീണ്ടും നമ്മൾ ഡോക്ടറെ അടുത്തിരുന്നു, മാറിയില്ല. സോ ദ ഡോക്ടർ വിൽ സജസ്റ്റ് ഫോർ എ checkup or diagnosis treatment which is related to ലബോറട്ടറിയിലാവാം, അല്ലെങ്കിൽ റേഡിയോളജി ഏതെങ്കിലും രീതിയിൽ അത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള ചില ടെസ്റ്റുകൾക്ക് അവര് യൂറിൻ ആവാം, ബ്ലഡ് ആകാം, ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലും എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറയും. അതാണ് ലബോറട്ടറി ടെസ്റ്റിംഗ് എന്ന് വിളിക്കുക. നമ്മുടെ ബോഡിക്ക് അകത്തുള്ള ബ്ലഡ് ഓർ എനി ടൈപ്പ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് വിൽ ബി ടേക്കൺ ഫോർ ദ ലാബ് ടെസ്റ്റ്. അപ്പൊ എന്നിട്ട് അതിന്ന് അത് നോക്കിയിട്ടാണ് എന്താണ് രോഗം എന്ന് മനസ്സിലാക്കുന്നതും കാര്യങ്ങളൊക്കെ. ആൻഡ് ഓൾസോ റേഡിയോളജി ഉണ്ട്. റേഡിയോളജി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനല്ല, സംതിങ്സ് വിൽ ബി ഗിവൺ, അല്ലെങ്കിൽ എന്താ പറയാ എമിറ്റഡ് ഇൻസൈഡ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് കടത്തി വിടുകയാണ്. സംടൈംസ് റേഡിയോ ഐസോട്ടോപ്സ് പോലെയുള്ള റേസ് ആണ്, ചില രശ്മികൾ കടത്തിവിട്ടിട്ട് നമ്മളുടെ ബോഡിക്ക് അകത്തുള്ള ഇൻക്ലൂഡിങ് സ്റ്റൊമക്ക് ആകാം, മറ്റ് ഇന്റർസ്റ്റൈനുകളിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റേഡിയോളജി പോലുള്ള ഐസോട്ടോപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉള്ളിലുള്ള ഭാഗത്തിന്റെ എന്തെങ്കിലും ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
നമുക്ക് വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത് എന്താണ് രോഗം എന്താണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ശരീരത്തിനകത്തേക്ക് കടത്തി വിട്ടിട്ട് എന്താണ് രോഗമെന്നും കണ്ടെത്താനും ഒക്കെ ആണ് ഈ പറയുന്ന ഡയഗ്നോസിസ് എന്ന് പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. അപ്പൊ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ്സ് 2 തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്, ലബോറട്ടറി ആൻഡ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ? Okay, and the last one, the last classification or the fourth classification of supportive department is informative. Information about the medical resources and also the patient should be recorded or kept as in a update position. അതായത് നമ്മളുടെ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ തരത്തിലുള്ള മെഡിക്കൽ റിസോഴ്സസ് ഉണ്ട്. അതായത് ഹോസ്പിറ്റൽസ് ആണല്ലോ, ഒരുപാട് മെഡിക്കൽ റിസോഴ്സസ് ഉണ്ട്. ഫിനാൻസ് ആകാം, ഹ്യൂമൻ റിസോഴ്സസ് ആകാം, ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ മെഡിസിൻസ് ആകാം, മെഡിസിൻ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് ആകാം, ഒത്തിരി ഇൻഫോർമേഷൻസ് ഉണ്ട് ഒരു ഹോസ്പിറ്റലിൽ. അപ്പൊ ഇതെല്ലാം തന്നെ ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ്. അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. പണ്ടൊക്കെ ഫയലുകളിലും വലിയ തടിച്ച ബുക്കുകളിലും ഒക്കെയാണ് ഇത്തരം കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നെങ്കിൽ nowadays നമുക്ക് എന്തുണ്ട്, വിത്ത് ദ ഇൻക്രീസ് ടെക്നോളജി വി ക്യാൻ യൂസ് എന്തുപയോഗിക്കുന്നു നമ്മൾ ഇന്ന് അവിടെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് അല്ലെ, സിസ്റ്റംസ് ഉപയോഗിച്ച് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്മോൾ സ്പേസിൽ അല്ലെ, വളരെ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കാം. അതിനാണ് ഐ ടി മീൻസ് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെയാണ് ഈ പറയുന്ന മെഡിക്കൽ റിസോഴ്സസ് എല്ലാം തന്നെ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാം ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കാം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു റെക്കോർഡ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പേഷ്യൻസ് അല്ലെ. ഹോസ്പിറ്റൽസിൽ വന്നു പോകുന്ന എല്ലാ പേഷ്യൻസിന്റെയും, അതായത് ഇൻഫോർമേറ്റീവ് ആകുന്ന, അതായത് ഹോസ്പിറ്റൽസിന്റെ എല്ലാ തരത്തിലുള്ള റെക്കോർഡ്സും ഷുഡ് ബി കെപ്റ്റ് ഇൻ ഡീറ്റെയിൽഡ് റെക്കോർഡിംഗ്. ഇന്ന് ഏത് രീതിയിലുള്ള കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ്. ഇൻഫോർമേഷൻ ടെക്നോളജിയാണ് IT മീൻസ്. അപ്പൊ ഈ IT സഹായത്തോടെ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്ത് സൂക്ഷിക്കുക. ഇപ്പൊ പേഷ്യൻസ്, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് ചെല്ലുമ്പോ നമ്മൾ ചീട്ട് എടുക്കാൻ ചെല്ലുമ്പോഴല്ലേ ഓൾറെഡി ഇഫ് യു ആർ ഹാവിംഗ് ദ രജിസ്ട്രേഷൻ ചീട്ട് നമുക്ക് നേരത്തെ ഉള്ളത് ഉണ്ടെന്ന് വിചാരിക്കാം. So we will only tell them our ID number. നമ്മളുടെ നമ്പർ അവരോട് പറയും. ആ നമ്പർ തന്നെ അവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഒരു ഫയൽ അവിടെ ഓപ്പൺ ആയി വരും. സോ എവറിത്തിങ് ഡീറ്റെയിൽസ്, അതായത് നമ്മൾ എന്ന് ആ ഹോസ്പിറ്റൽസിൽ ആദ്യമായിട്ട് വന്നു, നമ്മളുടെ പേര്, നമ്മളുടെ അഡ്രസ്, നമ്മളുടെ ഏജ്, പിന്നെ എന്താ പറയാ ആരെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്ത്, ഏത് ഡോക്ടറാണ്, ആ പ്രീവിയസ് എന്താ പറയാ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ എപ്പോഴാണ് വന്നത്, എന്ത് രോഗവുമായിട്ടാണ് വന്നത്, എവറിത്തിങ് അതിനകത്ത് ഉണ്ട്. അപ്പൊ ഒരു കേസ് ഷീറ്റ് അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ദ ഹോസ്പിറ്റൽസ് റെക്കോർഡ്സ്. അത് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ ആ ഇൻഫോർമേഷൻസ് ഇപ്പോ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇഫ് ദേ ഹാഡ് ടു മേക്ക് സം ഇൻവെസ്റ്റിഗേഷൻസ് അബൌട്ട് എനി പേഷ്യൻസ് ഓർ അബൌട്ട് എനി മെഡിക്കൽ റിസോഴ്സ് ഇൻ എ ഹോസ്പിറ്റൽ റിസോഴ്സസ് ഏതിനെ കുറിച്ചെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ അറിയണം. സോ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്തെടുക്കാം. ബിക്കോസ് ഓൾ ദീസ് തിങ്സ് ആർ റെക്കോർഡഡ് ഇൻ എ ഫയൽ അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ അതാണ്. എത്ര വർഷം വരെ കിട്ടും മാഡം? അത് നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇത്രയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് കുറെ അങ്ങോട്ട് പഴയതായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ല. ചിലപ്പോ ചില ആളുകളൊക്കെ എക്സ്പയർഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് മാറ്റാം. അത് ഹോസ്പിറ്റൽസിന്റെ റെക്കോർഡ്സ് ഓഡിറ്റിങ്ങും മറ്റൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പൊ പഴയതൊക്കെ വേണമെങ്കിൽ നമുക്ക് അവർക്ക് മാറ്റിവെക്കാം, എന്നിട്ട് പുതിയ ഇതിലേക്ക് കൊണ്ടുവരാം. അത് അവരുടെ ഹോസ്പിറ്റൽസിന്റെ റൂൾസ് അനുസരിച്ച് തന്നെയാണ്. അവരെത്ര കാലം ഓരോ റൂൾ ആയിരിക്കും അല്ലേ? അതെ, ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അവരുടെ റൂൾസ് അനുസരിച്ചാണ്. എല്ലാ ഹോസ്പിറ്റൽസും ഇല്ലാണ്ട് ഫോളോ ദ സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എല്ലാവർക്കും അതല്ല, എല്ലാവർക്കും കൂടി ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ ചിലവർക്ക് അവരുടേതായ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും ചില കാര്യങ്ങളെ സംബന്ധിക്കുന്നത്. അതൊക്കെ ഭയങ്കര എന്താ പറയാ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ട ചില റെക്കോർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും അവർ സൂക്ഷിക്കുക. അപ്പൊ അത്രയും കാര്യങ്ങൾ. ആൻഡ് ദ തേർഡ് ഡിവിഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് ചെറിയ ക്ലാസിഫിക്കേഷൻസ് ഇത് മാത്രമേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് മീൻസ് ഓൾ ദ മാനേജിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അതാണ് ഹാൻഡിൽ ചെയ്യുക. എല്ലായിടത്തേക്കും അവരുടെ കണ്ടെത്തണം, എവിടെയൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലായാലും അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിൽ മാനേജ് ഓൾ ദ തിങ്സ്. ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മാനേജ് ചെയ്ത് അവര് എന്താ പറയാ ക്യാരി ഓൺ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്.
പിന്നെ ഫിനാൻസ് സംബന്ധമായത് എന്താ അത് ഫിനാൻഷ്യൽ ഇൻകമിങ് ഉണ്ടാവും ഔട്ട് ഗോയിങ് ഉണ്ടാകും അല്ലെ. ഫിനാൻസ് മരുന്നുകളൊക്കെ വാങ്ങിക്കുമ്പോൾ പൈസ അങ്ങോട്ട് കൊടുക്കണം അല്ലെ. മരുന്നുകൾ ഇങ്ങോട്ട് നമ്മൾ പേഷ്യൻസിന് കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം അല്ലെ. പിന്നെ ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, ഡിഫറെന്റ് സോഴ്സസും അതുപോലെ തന്നെ ആ ഫണ്ട് എന്തിനു വേണ്ടി അപ്ലൈ ചെയ്തു എന്നുള്ളതും ഒക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഹ്യൂമൻ റിസോഴ്സ്, അതും ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് എന്താ? മാൻ പവർ റിസോഴ്സ് ആണ് അല്ലെ. വിത്തൗട്ട് മാൻ നത്തിങ് ക്യാൻ ബി ഡൺ. മനുഷ്യനില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന എത്ര കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ വലിയ വലിയ മെഷീൻസും മെഷീനറീസും ഒക്കെ നമ്മൾ പുതിയത് ഡെവലപ്ഡ് ചെയ്താലും ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെങ്കിലും വേണ്ടി വരും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് കനോട്ട് ബി അവോയ്ഡഡ് ഇൻ എനി ഓർഗനൈസേഷൻ. ഏത് ഓർഗനൈസേഷൻ എടുത്ത് നോക്കിക്കോ, ഹ്യൂമൻ റിസോഴ്സസിനെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു കാര്യമില്ല അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൺട്രോൾ ചെയ്യേണ്ടി വരും. ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ഹോസ്പിറ്റൽ ഇൻക്ലൂഡ്സ് അവിടുത്തെ എന്താ പറയാ ഡോക്ടേഴ്സ് ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും, നേഴ്സ് ഉണ്ടാകും, പിന്നെ മറ്റ് ജോലിയൊക്കെ ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അവരെല്ലാം ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓൾ ഇൻ ഓൾ എല്ലാ എംപ്ലോയേഴ്സിനെയും എംപ്ലോയീസിനെയും എല്ലാം കൂടി ഒരുമിച്ചാണ് നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ അത് അവരെ മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അതും ഒരു ഹോസ്പിറ്റലിന്റെ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ നമ്മൾ ഇന്ന് കണ്ടത് ഹോസ്പിറ്റൽസിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ടുള്ളൂ. വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് മാത്രം ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങളോട് പറഞ്ഞോളൂ. ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചില ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാണ്ട് ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുക. ഈ ഒരൊറ്റ ഫസ്റ്റ് പേജിൽ കാണുന്ന ഒരു ചാർട്ട്, ഒരു ടേബിൾ പോലെയുള്ള ഒരു ചാർട്ട് മാത്രമേ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. വേറെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ആ ചാർട്ട് എന്തായാലും നിങ്ങൾ കാണുമ്പോൾ ഇനി അത് ഓരോന്നിനും എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ജസ്റ്റ് ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോ ഓർത്തിരിക്കുമായിരിക്കും ഇല്ലേ? പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് അത്രയെങ്കിലും ഓർക്കാൻ പറ്റില്ലേ? ഒരു വേർഡ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കണക്ട് ചെയ്തൊരു വേർഡ് ഓർത്തിരിക്കാൻ പറ്റില്ലേ എല്ലാവർക്കും? അത്രയും പോലും പറ്റാത്ത രീതിയിൽ പറഞ്ഞില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. മാഡം ഫസ്റ്റ് പറഞ്ഞ ഒരു ചെറിയ പോയിന്റ് ഉണ്ടല്ലോ മാഡം, ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ പറയാം മാഡം. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് 2 ടൈം അതിനു മുമ്പ് പറഞ്ഞത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലായി മാഡം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, IPD. മനസ്സിലായി മാഡം. അതിന് മുമ്പ് ഇത് പറഞ്ഞല്ലോ മാഡം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റ്സിനെ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ 3 ആയിട്ടാണ് വിശാലമായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതാണ് പറഞ്ഞത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഈച്ച് ആൻഡ് എവറി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആർ അഗെയിൻ സബ് ഡിവൈഡഡ് ഇൻ അതർ ക്ലാസിഫിക്കേഷൻസ്. അതിന്റെ മറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞുള്ളൂ, വേറെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ക്ലിയർ ആണോ ഇത്രയും നേരം പറഞ്ഞതില്? ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം അടുത്ത ക്ലാസ്സിന്റെ ടൈം ഓൾറെഡി അവസാനിച്ചു. ഐ തിങ്ക് ഇവിടെ ഇതിനകത്ത് സംശയങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കാരണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഈ ഒരു പേജിനകത്ത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അടുത്ത ക്ലാസ്സിൽ കയറാം. സോ നൗ ലെറ്റ്സ് ലീവ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. യെസ് മാഡം. Thank you, ma'am. Bye. See you next day. താങ്ക് യു മാം. ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ കട്ട് ചെയ്യാനുണ്ടോ മാം? വേണ്ട, കട്ട് ചെയ്യില്ല. ഒരു മിനിറ്റ്. ഇതിന്റെ PDF നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. കഴിഞ്ഞ എന്റെ ക്ലാസ്സിന് കയറുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് എല്ലാവർക്കും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളിലെ PDFകൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള സംശയങ്ങളൊന്നും ഇനി വേണ്ട. നിങ്ങൾ ക്ലാസ്സിൽ കയറിയപ്പോൾ ലേറ്റ് ആയതായിരിക്കാം. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പൊ ആ റെക്കോർഡിന്റെ ഫസ്റ്റ് ബിഗിനിങ്ങിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇനി വെറുതെ നമ്മൾ അതിന്റെയൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മളുടെ സമയം കളയണമെന്ന് എനിക്ക് വലിയ തോന്നുന്നില്ല. നിങ്ങൾ അതൊന്ന് ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് ലേറ്റ് ആയിട്ട് കയറിയവര് ഒന്നുകൂടി ആ ക്ലാസ് ഒന്ന് നോക്കുക. ഫ്രണ്ടിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.